ഇതാണ് എന്റെ അമ്മയുടെ ഒരു മോളെ തുമ്പി. അതുപോലെ തന്നെ അവള് കാത്തിരുന്ന അവളുടെ കല്യാണമാണ്. കുടുംബത്തിലെ കല്യാണം തന്നെ ഇന്ന് മോർണിംഗ് ആയിട്ട് ഫ്രഷ് ആയ ഡേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് തന്നെ എല്ലാവരും വെള്ളത്തിനുണ്ട്. ഞാനും വീട്ടാരും വെള്ളത്തിൽ ജാസ്റ്റ് ഫസ്റ്റ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നാലെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. അതിന്റെ പിന്നാലെ നല്ല മഴയും വന്നു. പിന്നാലെ എന്ന് വെച്ചാൽ കറണ്ടും പോയി. പിന്നെ എന്റെ സംഘടിതമായി നീക്കം കൊണ്ട് കറണ്ട് വന്നു. വേറെ ഒന്നല്ല ജനറേറ്റർ പോയോണാക്കി. ഞാൻ പിന്നെ നേരത്തെ എത്തിയോണ്ട് എനിക്ക് വെൽക്കം ഡ്രിങ്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടപ്പോൾ ഞാനത് പോയി കുടിച്ചു. ഇനി എല്ലാവരെ പോലെ ഇവിടെ ചെക്കന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റുള്ളിൽ എത്തുന്ന പറഞ്ഞാൽ ചെക്കൻ എത്തിയത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്തിയെന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. കാരണം പുറത്തേക്ക് ഇറങ്ങണേ ക്യാമറാമാന്റെ പെർമിഷൻ വേണമല്ലോ. പുറത്തിറങ്ങി വന്നേതെങ്കിൽ പൂവൊന്ന് കൊടുത്തുവിടെ. അയ്യോ അമ്മാവന്റെ മോനാ കല്യാണ ചെക്കൻ. അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. അങ്ങനെ അതും കൊടുത്ത് ഞാൻ ഉള്ളിൽ കയറി. നമുക്ക് ചെക്കൻ്റെ എൻട്രി കാണാം. അതെ ഭയങ്കര മുടുക്കനായിരുന്നു. ഞാൻ കണ്ടിട്ടാണ്ടിട്ടാ മതിയെന്ന് പറഞ്ഞു. ബാക്കിൽ വന്ന അമുക്കളൊക്കെ കൂടെ വഴി നീളം പോപ്പർ ഓടിച്ചിട്ട് മനുഷ്യന്റെ തലയൊക്കെ കിടക്കി. പിന്നെ ഒരു ആശ്വാസം ചെന്നതിന് കൂടുതൽ കിട്ടിയപ്പോൾ ഒരു ചെക്കന്റെ തലയിലുണ്ട്. ഇനി ഞാൻ എനിക്കാ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭാവിയിൽ എന്തായാലും ആവശ്യം തന്നെയാണ്. അപ്പോൾ തെറ്റുവരാൻ പാടില്ല എനിക്ക്. അങ്ങനെ അതും കഴിഞ്ഞ് ചെക്കനെ പരിചയപ്പെട്ടു. അസ്സലാമലൈക്കും ഹബീബി, വെൽക്കം ടു ദ ഫാമിലി. പെണ്ണിനെ ചേച്ചി കൂട്ടിക്കൊണ്ട് തന്നെ വഴിക്കുന്ന ചെക്കനക്ക് ഓരോ ആഗ്രഹങ്ങളൊക്കെ ഞാൻ വന്ന് കറക്റ്റ് എടുത്ത് കൊണ്ടുവരാൻ നോക്കും. എന്തായാലും എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളോ. അതുപോലെ അളിയൻ്റെ ഒരു ആഗ്രഹങ്ങളല്ലേ ചെയ്തോട്ട് പഠിച്ചോൻക്കറിയാം. എനിക്ക് ഒരു എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാവുള്ളൂ. നല്ല വശപ്പെടുകൊണ്ട് ഇതിനുള്ള പരിപാടിക്കൊന്നും ഞാൻ അവിടെ നിന്നില്ല. വേഗം പോയി ഫുഡ് കഴിക്കാനിരുന്നു. ഇത്രയൊക്കെ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും മടവ ഇന്ന് ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു കുറവുള്ളവരാണ്. അതുകൊണ്ട് ആ കുറവ് ഞാൻ ഇവിടെ നിൽക്കും. ഇത്രയും നേരം തൊട്ടപ്പുറത്ത് നിന്ന് മടമട അടിച്ചെടുത്തമാറുണ്ട്. ഞാൻ ക്യാമറയും കൊണ്ടുവരണുണ്ട്. അപ്പൊ എന്താ സ്റ്റാൻഡേർഡ് ഫുഡ് കഴിക്കാൻ പുറത്തേ മൂത്താപ്പണം പോയി. പണ്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് പറഞ്ഞത്? കല്യാണം കഴിച്ച് നമ്മൾ പെണ്ണിന്റെ വിഷയത്തിലുണ്ട്. നമ്മൾ ആണുങ്ങൾ ഒറ്റക്ക് നടക്കണം. അപ്പോൾ ഒറ്റക്ക് തന്നെയാണ് നടക്കും. പക്ഷെ പെണ്ണിന്റെ പെണ്ണ് മാത്രം. ഇത് രണ്ടുപേരെ പ്രൊഡക്റ്റാണ് ഈ കാണാൻ ഉണ്ടാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇവന് ഇറിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അല്ലെങ്കിൽ ഈ പിള്ളേർ ഇറിറ്റേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക സുഖമല്ലേ. അതും കഴിഞ്ഞ് ഇങ്ങനെ ഹാളി വന്നപ്പോൾ സ്റ്റേജിൽ ഡിസൈനിങ് കൊടുത്തിരുന്നു പാട്ട് പറഞ്ഞു. അപ്പൊ ഈ കല്യാണത്തിൽ 2 സെലിബ്രിറ്റി വന്നല്ലോ. 1 ഡിസൈനിങ് കൊടുത്തൊരു ബാക്കി ആരും നിങ്ങൾക്ക് അറിയാലോ കമന്റ് പറ. നേരത്തെ ഫുഡ് കഴിച്ച് നിൽക്കുന്നത് അടുത്ത ഡ്യൂട്ടി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അളിയാണെങ്കിൽ ഇതേ ഓടിപ്പോയി കൊച്ചിനെയും കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് കല്യാണം കഴിഞ്ഞാലുള്ള പ്രശ്നം. ഇതാണ് ഞാൻ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാത്തത്. അപ്പൊ ഓക്കെ ബൈ. ബാക്കി അടുത്ത വീഡിയോയിൽ.